പത്തനംതിട്ടയിൽ ഇന്നലെ വൈകിട്ട് മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കീഴിലെ ഡാൻസ് ഓഫ് സംഘത്തിൽപ്പെട്ട സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ 3 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയാണ് നടപടി. ജില്ലാ പോലീസ് മേധാവിയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. മാർട്ടിൻ ജോസഫ് വിശദാംശങ്ങളുമായി. മാർട്ടിൻ, ഇന്നലെ എന്താണ് ഇവരവിടെ കാട്ടിക്കൂട്ടിയത്? ഇപ്പോൾ നടപടി എങ്ങനെ? സേഫ്, ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിൽപ്പെട്ട സുമൻ, പ്രിയേഷ്, രാഹുൽ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മദ്യപിച്ച് മതോന്മത്തരായി ഇവർ 3 പേരും റോട്ടിലൂടെ പോലീസ് ജീപ്പിൽ തന്നെ പാഞ്ഞു പോവുകയായിരുന്നു. ഇതിനോടകം തന്നെ പലതവണ റോഡിൽ കൂടെ പോയ പല ആളുകളെയും ഇടിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ റോട്ടിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെയും ഇടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഇവരെ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ജീപ്പിലുണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി ഓടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നീടാണ് പോലീസ് സംഘം തന്നെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവം വലിയ നാണക്കേടാണ് പത്തനംതിട്ട ജില്ലയിലെ പോലീസിന് ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് മാത്രമല്ല, ഇവർ ഡാൻസ് ഓഫ് സംഘത്തിൽ പെട്ടവരാണ് എന്നുള്ളത് കൂടി ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടുകയും ഉടൻ തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കാരണം ഇത് ഡാൻസ് ഓഫ് സംഘത്തിന് തന്നെ വലിയൊരു നാണക്കേടുണ്ടാക്കി എന്ന ഒരു കാരണം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ പെട്ടെന്നൊരു നടപടിക്ക് ജില്ലാ പോലീസ് മേധാവി തന്നെ തയ്യാറായതും. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് തന്നെയുള്ള ഇത്തരം നടപടികൾ വലിയ നാണക്കേടാണ് സേനയ്ക്ക് ഉണ്ടാക്കുന്നതെന്നുമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണ് ഇവരെ പിടിച്ചു നിർത്തുമ്പോൾ തന്നെ ഇവർക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, അതിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്.